ചേച്ചി അവിടെ തന്നെ സ്റ്റാച്ചു പോലെ നിൽക്കുന്ന നേരത്താണ് പ്രവി വന്നത്. ഹലോ, ഇവിടെയല്ലേ അരുണിമ എന്നൊരു പെൺകുട്ടി ജോലി ചെയ്യുന്നത്? കാലിൻ്റെ സുഖമില്ലാത്ത കുട്ടി. ഓ, ചോദ്യമൊക്കെ കേട്ട എന്തൊരു മാന്യത. ചന്ദ്രേച്ചി പ്രവിയെ ആദ്യം മൊത്തം അളന്നു നോക്കിക്കൊണ്ട് ഉള്ളിൽ ചിരിച്ചു. നിങ്ങളെന്താ നിന്ന് സ്വപ്നം കാണാണോ? ചോദിച്ചു കേട്ടില്ലേ? പ്രവിയുടെ മുഖം മാറി. ആദ്യം ചോദിച്ച ചോദ്യത്തിലുണ്ടായ ആ ടോണും മാറി. ഇപ്പോൾ അല്പം പരുക്കൻ സ്വരത്തിൽ മുരണ്ടുകൊണ്ടാണ് അവൻ ചോദിച്ചത്. ആ, അവളിന്ന് വന്നില്ല, ലീവാണ്. ചേച്ചിക്ക് വായിൽ വന്നത് അങ്ങനെയാണ്. പ്രവി പറഞ്ഞത് കേട്ടിട്ട് ഷർട്ടിൻ്റെ കൈമടക്കി ചേച്ചിയെ കണ്ണുരുട്ടി നോക്കി. എന്നിട്ട് ചുറ്റും കണ്ണോടിച്ചു വീണ്ടും ചോദിച്ചു, അങ്ങനെയല്ലല്ലോ വിളിച്ചപ്പോൾ അവളുടെ ഏട്ടൻ ഗിരി പറഞ്ഞത്. ഇന്ന് ജോലിക്ക് പോന്നിട്ടുണ്ടെന്നാണല്ലോ. അപ്പുറത്ത് ഒളിച്ചു നിന്ന അരുണിമയുടെ മുട്ട് കൂട്ടിമുട്ടി വരച്ചോ. ഷോ, ഈ നാശം ചന്ദ്രശിയോട് തട്ടിക്കയറാണല്ലോ മാധവേ. അല്ല, അത് പിന്നെ നേരാകും, പക്ഷേ അവൾ ഇങ്ങോട്ട് വന്നിട്ടില്ല. ആണോ? അതെന്നാ എനിക്കൊന്നും അറിയണല്ലോ. പ്രവി അവിടെ മൊത്തം കറങ്ങി തിരിഞ്ഞു. എടാ ചെക്ക, നിന്നോട് പറഞ്ഞാൽ മനസ്സിലാവില്ലേ? മര്യാദയ്ക്ക് ഇവിടെ നിന്ന് പോകാൻ നോക്ക്, അല്ലെങ്കിൽ ഞാൻ ഓണറെ വിളിച്ചു പറയും. ഓഹോ, ഓണറിനെ ഒലത്തും. ഞാൻ ആരാന്ന് നിങ്ങൾക്ക് അറിയില്ല തള്ളേ, മാറി നിൽക്ക്. പ്രകോപിതനായ പ്രവി ചന്ദ്രേച്ചിയുടെ തോളിൽ പിടിച്ച് മുന്നോട്ടൊരു ഉന്തുന്തി. ചന്ദ്രേച്ചി പെട്ടെന്ന് വീഴാൻ പോയി. അടുത്തുള്ള തോണിൽ പിടുത്തം കിട്ടി ചന്ദ്രേച്ചി മിഴിച്ചു നിന്നു. ചന്ദ്രേച്ചിയെ പിടിച്ചു തള്ളുന്നത് കണ്ട അരുണിമ ഭയത്താൽ പിന്നിലേക്ക് കുതിര നീങ്ങിയപ്പോൾ പിന്നിൽ അടുക്കി വെച്ചിരുന്ന പ്ലാസ്റ്റിക് പ്ലാന്റ് പോട്ടുകൾ ഒന്നിനുമേൽ മറ്റൊന്നായി വീണു. ആ ശബ്ദം കേട്ട് പ്രവി നിന്നു. ചന്ദ്രേച്ചിയെ ഒരു നോട്ടം നോക്കി പുരികം കൊണ്ട് ശബ്ദം കേട്ട ഭാഗത്തേക്ക് ആംഗ്യം കാണിച്ചു. പ്രവിക്ക് ഉറപ്പായിരുന്നു അബദ്ധം പറ്റിയല്ലോ എന്നോർത്ത് അരുണിമ വായും പൊത്തി പേടിച്ച മിഴികളോടെ പ്രവി നിന്നിരുന്ന ഭാഗത്തേക്ക് ശ്വാസമില്ലാതെ ശ്രദ്ധിച്ചു. അരുണിമയ്ക്ക് ഉറപ്പായിരുന്നു ശബ്ദം കേട്ട് പ്രവി അങ്ങോട്ട് ചെന്നെത്തുമെന്ന്. അതുപോലെ തന്നെ സംഭവിച്ചു. പ്രവി അപ്പുറത്തേക്ക് ചെന്നു. ഭയത്തോടെ വായും പൊത്തി നിൽക്കുന്ന അരുണിമയെ കണ്ടപ്പോൾ പ്രവിക്ക് ചിരിയാണ് വന്നത്. പ്രവി ഉറക്കെ ചിരിച്ചു. ഇതാണോ ഇന്ന് വരാത്ത അരുണിമ? ഗിരിയേട്ടൻ പറഞ്ഞിരുന്നു അരുണിമയുടെ കൂടെ ജോലി ചെയ്യുന്ന ഈ ചേച്ചി പല വേലത്തരം ഒപ്പിക്കുന്ന. പിന്നെ ദേ ഈ ഒളിച്ചു നിൽക്കുന്ന എൻ്റെ കള്ളിപ്പെണ്ണും. അടുത്തേക്ക് വരാതെ വഴിയിൽ നിന്നുകൊണ്ട് നോക്കി ചിരിച്ചാക്കിക്കൊണ്ട് പ്രവി പറഞ്ഞു. അരുണിമേ, എന്താ അവിടെ തന്നെ നിന്ന് കളഞ്ഞത്? എന്നെ കണ്ട് പേടിച്ചതായിരുന്നോ? പാവം, ഇങ്ങോട്ട് വന്നോ? ഇതെന്തിനാ ചേച്ചി ഈ പെണ്ണിനെ കണ്ടിട്ട് പേടിച്ച് ഒളിച്ചു നിൽക്കുന്നേ? കണ്ടാ ഞാനെന്താ അത്ര ഭീകരനാണോ? അരുണിമ അവിടെ നിന്ന് മെല്ലെ നടന്ന് പ്രവിയുടെ അടുത്തെത്തി. എനിക്കറിയാം എന്നെ എത്ര ബോധിച്ചിട്ടില്ലാന്ന്. അത് വീട്ടിൽ കാണാൻ വന്നപ്പോൾ ഈ മോന്തിൽ നിന്നും ഞാൻ മനസ്സിലാക്കി. പിന്നെ അരുണിമേ, ഇത്ര അഹങ്കാരം പാടില്ലേട്ടോ. എല്ലാം ഞാൻ അറിഞ്ഞിട്ടും തന്നെ കെട്ടാൻ തയ്യാറായില്ലേ? കാലിന് കുഴപ്പമുണ്ടെന്ന് നോക്കിയോ? അരുണിമ ചന്ദ്രേച്ചിയെ ഒന്ന് പതറിക്കൊണ്ട് നോക്കി. ചേച്ചിയെ നോക്കണ്ട, ചേച്ചി ഒന്നും പറയില്ല. അല്ലേ ചേച്ചി? ദേ, ഗിരിയേട്ടൻ പറഞ്ഞിട്ടാണ് ഞാൻ വന്നത്. നിന്റെ മനസ്സിൽ എന്നെപ്പറ്റി നല്ലതായാലും ചീത്തയായാലും എനിക്കൊരു ചുക്കുമില്ല. നീ എന്നെ നിന്നെ വഴുതി പോകാനും നോക്കണ്ട. ഇനി നിന്റെ മനസ്സിൽ വേറെ വല്ല വിചാരം ഉണ്ടെങ്കിൽ അതങ്ങ് എടുത്തു കളഞ്ഞേക്ക് കേട്ടോ. കാണാൻ തോന്നി വന്നു, അതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുകയും ചെയ്യും. വേറെ ആരും അല്ലല്ലോ, കെട്ടാൻ പോണ ചെക്കനല്ലേ. ഞാൻ ഇനിയും വരും. ഓണറോട് ഒലത്തുമോ ഇല്ലയോ ഒന്നൊന്ന് കാണട്ടെ. കേട്ടോടി ചേച്ചി. പ്രവി തിരിഞ്ഞു നിന്ന് ചന്ദ്രേച്ചോടും കൂടി പറഞ്ഞു. അപ്പോൾ പിന്നെ വരാം. അന്ന് കുറച്ച് കൂടുതൽ നേരം നമുക്ക് സംസാരിക്കാം. ഇപ്പൊ പോട്ടെ വേണേ. പ്രവി അരുണിമയുടെ താടിയിൽ നുള്ളി. അരുണിമ ആ കൈ അങ്ങ് പെട്ടെന്ന് തട്ടി മാറ്റി. അത് കണ്ട് പ്രവി ചിരിച്ചുകൊണ്ട് കൂളിംഗ് ഗ്ലാസ് എടുത്ത് വെച്ചിട്ട് നടന്നു. ഗേറ്റിനരികിൽ എത്താറായപ്പോൾ ബൈക്ക് നിർത്തി ദീപു അകത്തേക്ക് കടന്നു വരികയായിരുന്നു. അരുണിമ ഏത് ഭാഗത്താണ് നിൽക്കുന്നതെന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടാണ് ദീപ അകത്തേക്ക് കയറിയത്. അരികിലൂടെ നടന്നുപോയ പ്രവിയെ വേഷത്തിലും ഭാവത്തിലും കണ്ട വ്യത്യസ്തത കൊണ്ട് ദീപു ചെറുതായൊന്ന് നോക്കി. ഗ്ലാസുകൾക്കിടയിലൂടെ പ്രവിയും ദീപുവിനൊരു നോട്ടം നോക്കി.